3000 സ്ക്വയർ ഫീറ്റിലധികം ഏരിയ വരുന്ന ഫ്രണ്ടിൽ അതിമനോഹരമായ രീതിയിലുള്ള ഒരു മെറ്റൽ കാർ പോർച്ച്, അതും കാൻഡിലിവർ ആയിട്ട്. ഫ്രണ്ടിൽ നമുക്ക് പില്ലേഴ്സ് ഇല്ലാത്ത രീതിയിലാണ് ഒരു ഏരിയയിൽ കംപ്ലീറ്റ് കാൻഡിലിവർ ആയിട്ടാണ് നിർത്തിയിരിക്കുന്നത്. സിറ്റ് ഔട്ടും കാർ പോർച്ചും ഒരേ ലെവലിൽ ആണിത് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെയും കാർ പോർച്ചിൻ്റെയും റൂഫ് ഒരേ ലെവലിലാണ്. വർക്ക് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഈ വീട്ടിൽ ടോട്ടൽ 4 ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് മൊത്തം ഈ വീടിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇത് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ഇങ്ങനെയാണ്. ഈ വീടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 2 സൈഡിലും ഇതിന് ഫ്രണ്ട് വ്യൂ കിട്ടും എന്നുള്ളതാണ്. കാർ പോർച്ച് വരുന്ന ഭാഗമാണ് ഫ്രണ്ട് ഭാഗമെങ്കിലും സൈഡ് വ്യൂ നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു ഫ്രണ്ട് എലിവേഷൻ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതിൽ നമുക്ക് ഈ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്ത്, ഈ കാർ പോർച്ചിൻ്റെ ഭാഗത്ത് ഒരു മനോഹരമായ രീതിയിലുള്ള ഒരു ഷോ വാൾ കൊടുത്തിട്ടുണ്ട്. ഈ ഷോ വാളിന് മെറ്റൽ റൂഫ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ഓടാണ് ചെയ്തിരിക്കുന്നത്. ആ ഷോ വാളിൽ സപ്പോർട്ട് ചെയ്തിട്ട് അതിന് റൂഫ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്, മെറ്റലിൽ തന്നെയാണ്. ഇതിന് ബോട്ടത്തിൽ സീലിംഗ് ഓടും ടോപ്പിൽ സെറാമിക് ടൈപ്പ് ഓടാണ് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലോട്ടാണ് നമ്മളെ കാർ പോർച്ചിൻ്റെ വർക്ക് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാർ പോർച്ചിൻ്റെ പ്രത്യേകത ടോട്ടൽ 14 മീറ്റർ വരുന്നുണ്ട്. ഇതിൽ ഏകദേശം 7 മീറ്റർ കാർ പോർച്ചിൻ്റെ സൈഡ് പൂർണ്ണമായിട്ടും കാൻഡിലിവർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ പില്ലേഴ്സ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. കാരണം ഫ്രണ്ടിൽ നിന്ന് കാറുകളൊക്കെ വരുന്ന സമയത്ത് ആ പില്ലർ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര തടസ്സമായിരിക്കും എന്നുള്ള ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ ഫ്രണ്ടിൽ പില്ലേഴ്സ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മളിതിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ്. ഈ ഭാഗത്തുനിന്ന് നേരെ ഈ സിറ്റ് ഔട്ടിൻ്റെ ഏരിയ, അതുപോലെ കാർ പോർച്ചിൻ്റെ ഏരിയ, ഇത് സെപ്പറേറ്റ് ആക്കുന്നത് ഒരു ഇത് ചെയ്തിട്ടുണ്ട്, പാർട്ടീഷൻ ഉണ്ട്. നേരെ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ലിവിങ് സ്പേസിലോട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ലിവിങ് സ്പേസ് നല്ല അത്യാവശ്യ സ്പേസ് ആയിട്ട് ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് സിറ്റിംഗ് ഏരിയയാണ്. അവിടെ മെറ്റലും ഗ്ലാസും ആയിട്ടുള്ള വിൻഡോസ് അവിടെ വരാനുണ്ട്. UPVC സ്ലൈഡിങ് വിൻഡോസ് അല്ലെങ്കിൽ ഫിക്സഡ് വിൻഡോസ് ഒക്കെയാണ് ആ ഭാഗങ്ങളിൽ വരുന്നത്. സീലിംഗ് വർക്ക് എല്ലാം കഴിഞ്ഞ് കിടക്കുന്ന ഒരു വീടാണിത്. വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇനി ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളൊരു വീടാണ്. നേരെ ഇങ്ങോട്ട് ലിവിങ്ങിൽ നിന്ന് നേരെ ഒരു പാസേജാണ്. പാസേജിൽ നിന്ന് നേരെ വന്ന് ഇടത്തെ സൈഡിലോട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൈസിൽ ചെയ്തെടുത്തിരിക്കുന്ന ബെഡ്റൂമാണ്. ഇതിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വിൻഡോസ് എല്ലാം ഇവർ ഗ്രിൽ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്, മെറ്റൽ ഗ്രിൽസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് അതിന് UPVC സ്ലൈഡിങ് വിൻഡോസ്, ഗ്ലാസ് വിൻഡോസ് എല്ലാം കൊടുക്കും. കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ ഇവർ ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടോയ്ലറ്റ് ഈ ഭാഗത്താണ് ബാത്റൂം വരുന്നത്, അറ്റാച്ച്ഡ് ആണ്. ബാത്റൂംസിലെല്ലാം ഇതിലെല്ലാം സീലിംഗ്, എല്ലാം ഏരിയയിലും സീലിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നിന്ന് നേരെ പിന്നീട് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ് ഇതിൻ്റെ മറ്റൊരു ബെഡ്റൂം, ഒരു മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയാം. അത്യാവശ്യം സൈസ് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു ബെഡ്റൂം. 4 ബെഡ്റൂമാണ് ഇതിലുള്ളത്. ആദ്യം കണ്ട റൂമിൻ്റെ മുകളിലൊന്നും, ഈ റൂമിൻ്റെ മുകളിൽ മറ്റൊരു ബെഡ്റൂം. ഇതിലും സീലിംഗ് കൊടുത്തിരിക്കുന്നത് ഡിസൈൻ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ്. POP കൊണ്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഗ്രിൽസ്, വലിയ സൈസിലുള്ള ഗ്രിൽസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് വിൻഡോസിന് വേണ്ടിയിട്ട്. പിന്നെ അതേ ഡിസൈനിലുള്ള തൊട്ടടുത്ത റൂമിലുള്ള അതേ ഡിസൈനിലുള്ള ഡ്രസ്സിങ് ഏരിയയും ബാത്റൂമും അതേ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഈ ഫ്രണ്ടും സൈഡിലും മെറ്റൽ ഗ്രില്ല് അത്യാവശ്യം സൈസിൽ കൊടുത്തുകൊണ്ട് നല്ല ലൈറ്റും കാര്യങ്ങളും കിട്ടും. പിന്നീട് ഇവിടെ കൊടുത്തിരിക്കുന്ന വാതിൽ കട്ടളകളെല്ലാം, ഡോർ ഫ്രെയിംസ് എല്ലാം സ്റ്റീലാണ്, ടാറ്റ സ്റ്റീൽ കൊണ്ട് GI കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് നേരെ ബെഡ്റൂമിൽ നിന്ന് നേരെ നമ്മൾ ഇറങ്ങി ഇവിടെ ഒരു കോർട്ട്യാർഡ് രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. കോർട്ട്യാർഡ് ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. നേരെ മുകളിൽ നമുക്ക് ഒരു മെറ്റലിൻ്റെ സീലിംഗ്, നമ്മൾ ചെയ്തൊരു സീലിംഗ് ഉണ്ട്. ഈ സീലിംഗ് മുകളിൽ നിന്ന് നമുക്ക് ഈ വീടിനകത്തുള്ള ചൂടായിട്ടുള്ള എയർ എല്ലാം പുറത്തോട്ട് പോവാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള ഡിസൈനാണത്.
അവിടെ നിന്ന് നേരെ നമ്മൾ റൈറ്റിലോട്ട് വരുന്ന സമയത്ത് ഇവിടെയാണ് വീടിൻ്റെ സ്റ്റെയർ കേസ് ഏരിയ വരുന്നത്. സ്റ്റെയർ കേസ് മെറ്റലിലാണ്, അതിന് നമ്മൾ ചെയ്യാനുള്ളൊരു വർക്കാണ്. മെറ്റൽ സ്റ്റെയർ ആണ് ഈ ഭാഗത്ത് വരുന്നത്. ഇവിടെ നിന്നാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. നേരെ പോയി ഇവിടെ ഒരു സിംഗിൾ ലാൻഡിങ് വരും മുകളിലോട്ട്. ഈ ഫ്ലോറിലോട്ട് സെക്കൻഡ് ഫ്ലൈറ്റ് ആയിട്ട് വരും. ഏകദേശം ഒരു 20ഓളം സ്റ്റെപ്പുകളാണ് അതിൽ വരുന്നത്. പിന്നീട് ഈ സൈഡാണ് ഈ വീടിൻ്റെ ഡൈനിങ് പോർഷൻ വരുന്നത്, ഡൈനിങ് ഏരിയ വരുന്നത്. ഈ ഭാഗത്ത് ഔട്ട് സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഈ ഭാഗത്ത് ഒരു മെറ്റൽ ഗ്രില്ല് വരുന്നുണ്ട്. ഈ ഭാഗം വരെ വരുന്നുണ്ട്. അത് ഫുള്ള് മെറ്റൽ പെറഗോളയാണ്. അത്യാവശ്യം മെറ്റൽ വർക്ക് എടുത്തിട്ടുള്ളൊരു വീടാണിത്. അവിടുന്ന് പിന്നെ അകത്തോട്ട് വീണ്ടും വന്നാൽ അത്യാവശ്യം നല്ല സ്പേസ് ആണ് ഇവിടെ ഈ ഡൈനിങ് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഒരു വാഷിംഗ് യൂണിറ്റ് ഇവിടെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ടടുത്തായിട്ട് വാഷിംഗ് യൂണിറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് ഈ നമ്മൾ ഇടത്തോട്ട് മാറിയിട്ട് ഈ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ഈ ഫ്രണ്ടിലുള്ള ഒരു എൻട്രി അല്ലാതെ ഈ ഭാഗത്തും ഈ വീടിനൊരു എൻട്രൻസ് ഉണ്ട്. ഞാൻ ഔട്ട് സൈഡ് നമ്മൾ എക്സ്റ്റീരിയർ വ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്തോട്ടും നമുക്കൊരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. പുറത്തിറങ്ങി നോക്കുകയാണെങ്കിൽ ശരിക്കും മനസ്സിലാവും. ഈ എക്സ്റ്റീരിയറും ഒരു എൻട്രൻസ് രൂപത്തിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ശരിക്കും ഒരു ആർക്കിടെക്റ്റൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ വീടിന് ഉണ്ടാകുന്ന ഒരു പ്രത്യേകത ഇതാണ്. നോർമൽ ഒരു ഡിസൈനിൽ നിന്ന് മാറിയിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭംഗി നമ്മളെ വീടിന് ആർക്കിടെക്ചറിന് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് ഈ വീട് കണ്ടപ്പോൾ തോന്നിയത്. അതുപോലെ ഇവിടെ ഒരു കോർട്ട്യാർഡ് ചെറിയ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലെല്ലാം ഗ്ലാസ് ആണ് കൊടുക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ നേരെ അകത്തോട്ട് കയറി റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഇവിടെയാണ് ഈ വീടിൻ്റെ കിച്ചൺ ഏരിയ വരുന്നത്. ഈ കിച്ചണെല്ലാം ഇവർ POP സീലിംഗ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു പെർഗോള കൊടുത്തിട്ടുണ്ട്. ഇവിടെ വിൻഡോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെറ്റൽ ഗ്രിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ അടുപ്പ് വരുന്ന ഭാഗം. മറ്റേത് മോഡുലാർ കിച്ചൺ വരുന്നത് തൊട്ടപ്പുറത്താണ്. ഇവിടെയും ഒരു പെർഗോള പോലെ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. നേരെ ഔട്ട് സൈഡോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കിച്ചൻ്റെ എക്സിറ്റ് ആണ്. ഇവിടെ ഈ കിച്ചൻ്റെ പുറത്തോട്ട് ഇറങ്ങുന്ന ഈ ഡോറിൻ്റെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്ത ആ ഒരു റൂഫ് താഴോട്ട് ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മഴയും ഒക്കെ ആവുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നീട് കിച്ചണിൽ നിന്ന് നേരെ പുറത്തോട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ വീണ്ടും ആ ഡൈനിങ് സ്പേസിലെത്തി. ഇവിടെ എല്ലാം ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഈ വീട്ടിൽ അകത്തോട്ട് വന്നപ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് ഫീലിംഗ് ആണ്. അതായത് നല്ല ലൈറ്റ് ഉണ്ടാവും, അത്യാവശ്യം എയർ പാസിങ്ങും എല്ലാം കിട്ടും, ചൂട് വളരെ കുറവായിരിക്കും ഇങ്ങനത്തെ ഡബിൾ ഹൈറ്റും അത്യാവശ്യം ഗ്രിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത്. ഇവിടെയാണ് സ്റ്റെയർ കേസ് എങ്കിലും ഇപ്പോൾ സ്റ്റെയർ കേസ് സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. താൽക്കാലികമായി മുകളിലോട്ട് കയറാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. മുകളിലോട്ട് കയറിയ ഈ ഭാഗത്ത് ഇതാണ് താഴെ നമ്മൾ ഡൈനിങ് സ്പേസിൻ്റെ നേരെ മുകളിലാണ് ഈ സ്പേസ്. ഇവിടെ കുറച്ച് സ്പേസ് നമുക്ക് കുറവാണ്, പക്ഷേ എങ്കിലും ഇവിടെ ഉപയോഗിക്കേണ്ട രീതിയിലുള്ള സ്പേസ് അല്ലാണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം സേഫ്റ്റി ഹാൻഡ് റെയിൽസ് വരാനുണ്ട്. മെറ്റൽ ഹാൻഡ് റെയിൽസ് ആണ് വരാനുള്ളത്. സ്റ്റെയർ കേസ് ഇവിടെയാണ് വന്ന് കയറുന്നത്. താഴെന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെയാണ് സ്റ്റെയർ കേസിൻ്റെ ഏരിയ വരുന്നത്. സീലിംഗ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡിസൈൻ ഓരോ ഭാഗങ്ങളിലും ഡിസൈനിൽ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രിൽസ് അത്യാവശ്യം നല്ല വാൾ സൈസിൽ തന്നെ ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സേഫ്റ്റിയിലും കൂടിയാണ് ഇവിടെ ഗ്രില്ല് കൊടുത്തിട്ടുള്ളത്. ഫുള്ള് ഫ്ലാറ്റ് ബാർ കൊടുത്ത് മെറ്റൽ സ്ക്വയർ ആടുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ മെറ്റലിൻ്റെ സീലിംഗ് ആണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഫുൾ GP പൈപ്പാണ് സ്ക്വയർ ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അകത്ത് CNC മെറ്റൽ പ്ലേറ്റുകൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഔട്ട് സൈഡിൽ നേരെ പിന്നെ പുറത്തോട്ട് വരുവാണെങ്കിൽ ഈ ഭാഗത്താണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ബാൽക്കണി ഏരിയ വരുന്നത്.
നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ വരുന്നത്. നമ്മളെ കാർ പോർച്ചിൻ്റെ താഴത്തെ സിറ്റ് ഔട്ടിൻ്റെയും നേരെ മുകളിലുള്ള ഏരിയ ആണിത്. ഈ സൈഡിൽ സ്ലോപ്പ് റൂഫാണ്. കംപ്ലീറ്റ് സ്ലോപ്പായിട്ടുള്ള റൂഫുകളാണ് കൂടുതൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ സ്ലോപ്പായിട്ട് കൊടുത്തിരിക്കുന്ന റൂഫിലെല്ലാം ഓടാണ് കൊടുത്തിരിക്കുന്നത്. ഡയറക്റ്റ് കോൺക്രീറ്റിലോട്ട് ഓട് കൊടുത്തിരിക്കുകയാണ്. മുകളിൽ ഒരു മെറ്റൽ റൂഫിങ് ചെയ്തിട്ടുണ്ട്. ഇതിന് ബോട്ടം നന്നായിട്ട് സീലിംഗ് ഓടും എല്ലാം വെച്ച് ഭംഗിയായിട്ട് സീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ കുറേ ഗ്ലാസ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഇനി വരാനുള്ളതാണ്. പിന്നെ ഈ സൈഡിൽ ഇവിടെ സ്റ്റീലിൻ്റെ ഡോർ ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വീണ്ടും അകത്തോട്ട് നമ്മൾ വരുന്ന സമയത്ത് മുകളിലത്തെ ബെഡ്റൂംസ് ഞാൻ പറഞ്ഞു 4 ബെഡ്റൂംസാണുള്ളത്. മുകളിൽ 2 ബെഡ്റൂമാണുള്ളത്. നേരെ ഈ പുറത്തുനിന്ന് വന്ന് നേരെ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ മാസ്റ്റർ ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല സ്പേസിലാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ബാൽക്കണിയും കൂടി ഇൻക്ലൂഡ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ്. നല്ല വ്യൂ ആണ് ഇവിടെ. ഔട്ട് സൈഡിലോട്ടൊക്കെ നല്ല വ്യൂ ആണ്. ഈ ഔട്ട് സൈഡ് ബാൽക്കണി ചെയ്തെടുത്തോട്ട് ഈ ഭാഗത്തോട്ടായിട്ട് മെറ്റലിൻ്റെ റൂഫിങ് ഒന്ന് സ്ലോപ്പായിട്ട് ഒരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. മെറ്റലിൻ്റെ റൂഫ് കൊടുത്ത് ബോട്ടം സീൽ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഗ്ലാസ് വർക്ക് വരാനുണ്ട്, അതേപോലെ ഹാൻഡ് റെയിൽസ് വരാനുണ്ട്. ഇത് നമ്മൾ താഴത്തുനിന്ന് പറഞ്ഞ ഷോവാളിൻ്റെ മുകളാണ്. അതേപോലെ നമ്മൾ കാർ പോർച്ചിൻ്റെ മുകൾ ഭാഗമാണ് ഈ ഭാഗത്ത്. ബാത്റൂംസ് മറ്റുള്ള റൂമിലുള്ള അതുപോലെ തന്നെ ഡ്രസ്സിങ് യൂണിറ്റ് പ്ലസ് ബാത്റൂമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ ബാത്റൂം എല്ലാ റൂമിലും ഒരേ സ്പേസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അടുത്ത റൂം. താഴെയുള്ള റൂമിൻ്റെ മുകൾ സൈഡിലാണ് മറ്റുള്ള ഈ റൂമും. നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് ഈ റൂമും അതേ സൈസ് തന്നെയാണ്. താഴെയുള്ള റൂമിൻ്റെ അതേ സൈസാണ്. സീലിങ്ങുകളാണ് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ സീലിങ്ങിൽ മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സെയിം ഡിസൈനിലുള്ള ബാത്റൂമും അതുപോലെ ഡ്രസ്സിങ് യൂണിറ്റും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂമിലും കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഗ്രിൽസ് എല്ലാം ഒരേ രീതിയിലുള്ള ഗ്രിൽസാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സൈസിലാണ് ഗ്രിൽസ് കൊടുത്തിരിക്കുന്നത്. നേരെ പുറത്തോട്ട് വരുമ്പോൾ പിന്നെ നമ്മൾ ആ ഒരു കോമൺ സ്പേസിലോട്ട് തന്നെ വീണ്ടും വന്നു. അവിടുന്ന് പിന്നെ പുറത്തോട്ട് ഒരു ഓപ്പൺ ടെറസ് ആണ് ഉള്ളത്. ഓപ്പൺ ടെറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ആണ് ഇവിടെ. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. വീടിൻ്റെ 2ാം നില ഫുള്ള് ഇവർ ഓട് ചെയ്തിരിക്കുകയാണ്. മെറ്റൽ റൂഫിങ്ങുകളാണ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് നല്ല മനോഹരമായിട്ട് മെറ്റൽ റൂഫിങ് ചെയ്തെടുത്തിട്ടുള്ള ഈ വീടാണ്. മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനലൊന്ന് ഫോളോ ചെയ്തോളൂ.